ഹായ് ഫ്രണ്ട്സ്, R4iയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ മാസം ഫ്രണ്ട് റണ്ണിങ്ങുമായി ബന്ധപ്പെട്ട് സെബി നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൽ വലിയ വിധത്തിലുള്ള വിവാദങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സെബിക്ക് ലഭിച്ച ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ സെബി ഈ ക്വാണ്ട് ഓഫീസുകളിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ആ വാർത്ത പുറത്തു വന്നതോടുകൂടി വൻതോതിൽ ഇൻവെസ്റ്റേഴ്സ് പാനിക്കാവുകയും അങ്ങനെ ചെറിയ തോതിലൊരു റെഡീം പ്രഷർ മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം ഏകദേശം 2800 കോടിയുടെ ഒരു റിഡംഷൻ മൊത്തത്തിൽ ക്വാണ്ട് ഫണ്ടുകളിൽ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ മൊത്തം AUM അഥവാ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 93,000 കോടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏകദേശം 3% റിഡംഷൻ നടന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ നേരിയ ഒരു റിഡംഷൻ മാത്രം, ഒരു സെല്ലിംഗ് പ്രഷർ മാത്രമാണ് ഈ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഒരു വാർത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂലൈ 12 വന്ന റിപ്പോർട്ട് പ്രകാരം ഇവരുടെ AUM 94,000 കോടിയായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അവരുടെ മൊത്തത്തിലുള്ള AUM അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ എത്തിയിരിക്കുകയാണ്. പല സ്കീമുകളുടെയും NAV അതും ഓൾ ടൈം ഹൈയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഫ്രണ്ട് റണ്ണിങ് ആരോപണമുണ്ടായി ചെറിയ തോതിൽ ഒരു 3% പാനിക് സെല്ല് നടന്നിട്ടും ക്വാണ്ട് ഫണ്ടിലേക്ക് പണം വ്യാപകമായിട്ട് ഒഴുകുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ധാരാളമായിട്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ ഒടുവിലത്തെ കണക്ക് പ്രകാരം ഏകദേശം 877 കോടിയുടെ ഒരു റിഡംഷൻ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഈക്വിറ്റി ഔട്ട്ഫ്ലോ മാത്രമാണ് ക്വാണ്ടിൽ നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇപ്പോഴത്തെ മൊത്തം AUM അതിൻ്റെ വാല്യൂവിൻ്റെ 1% മാത്രമാണ് ഈ റിഡംഷൻ അല്ലെങ്കിൽ സെല്ലിങ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, സെബിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടും വാർത്തകളിൽ വൻതോതിലുള്ള പാനിക് ഉണ്ടായിട്ടും എന്തുകൊണ്ട് നിക്ഷേപകർ ഈ ഫണ്ടുകളിൽ വീണ്ടും വിശ്വാസ്യത അർപ്പിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ ഈ ക്വാണ്ട് മാനേജ്മെൻറ്റ് പറഞ്ഞത് നമ്മൾ ഏതൊരു അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ്. അവർ വളരെ സുതാര്യമായിട്ട് കാര്യങ്ങൾ സമീപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റും ഉണ്ടായിട്ടില്ല. ഇനി ആരെങ്കിലും ഈ ഒരു ഫ്രണ്ട് റണ്ണിങ് നടത്തിയതായിട്ട് സെബിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു അന്വേഷണവുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കാൻ നമ്മൾ തയ്യാറാണെന്നും ആ രീതിയിലുള്ള ഒരു സമീപനമാണ് അവർ മുന്നോട്ട് വെച്ചത്. കൂടാതെ അവർ ഇമെയിൽ മുഖേന എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഈ ഒരു ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിശ്വാസ്യത വീണ്ടെടുക്കാൻ അത് സഹായിച്ചിട്ടുണ്ട്. അതുകൂടാതെ സെബി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടും ഇതുവരെ ഒരു ആക്ഷൻ ഏതെങ്കിലും ഒരു ഫണ്ട് മാനേജർക്കെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാഫിനെതിരെയോ അല്ലെങ്കിൽ മൊത്തത്തിൽ മ്യൂച്വൽ ഫണ്ടിനെതിരെയോ എടുക്കാൻ ഇതുവരെ സെബിക്ക് കഴിഞ്ഞിട്ടില്ല. സെബിയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ രേഖകൾ പൂർണ്ണമായിട്ട് പിടിച്ചെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തുക എന്നുള്ളത് കോർട്ട് അപ്രൂവലൊക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുപോലെ ക്വാണ്ട് ഫണ്ട് ഹൗസ് അവരുടെ സ്റ്റാഫ് ഏതെങ്കിലും ഒരു സ്റ്റാഫിനെതിരെ ഇതുവരെ ഏതെങ്കിലും ഒരു ആക്ഷൻ എടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ സെബിക്ക് ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ അവർ സീസർ ഓപ്പറേഷൻ എന്ന് പറയുന്ന അഥവാ രേഖകളൊക്കെ മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തണം. അത് അവർക്ക് കോർട്ട് അപ്രൂവലും മറ്റൊക്കെ വേണ്ട വളരെ സങ്കീർണമായ പ്രോസസ്സാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഹൗസിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വിധത്തിലൊരു മാൽ പ്രാക്ടീസ് അവരുടെ ഫണ്ട് ഹൗസിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇതിനോടൊക്കെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കും. കാരണം എല്ലാ രേഖകളും അവരുടെ കയ്യിലുണ്ട്, കൃത്യമായിട്ട് ആക്ഷൻ എടുക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കും. പക്ഷേ അങ്ങനെ ഒന്ന് കണ്ടെത്താൻ മ്യൂച്വൽ ഫണ്ട് ഹൗസിനും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഫ്രണ്ട് റണ്ണിങ്ങുമായി ബന്ധപ്പെട്ട കേസിൽ ഫണ്ട് ഹൗസിൻ്റെ മാനേജ്മെൻറ്റ് ഏതെങ്കിലും വിധത്തിൽ ഇടപെട്ടതായിട്ട് ഇൻവെസ്റ്റേഴ്സിന് തോന്നുന്നില്ല. അതാണ് അതിൻ്റെ വിശ്വാസ്യത വർദ്ധിച്ചതിൻ്റെ ഒരു കാരണം. മറ്റൊരു കാര്യം AMC ക്ലിയർ ചെയ്തത് ഈ ഫണ്ടിൻ്റെ ലിക്വിഡിറ്റിയൊക്കെ സംബന്ധിച്ചാണ്. അതായത് 54% ലിക്വിഡാണ് അവരുടെ ഫണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ കാരണങ്ങളായിട്ട് നമ്മൾ പറയുന്നത്, ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രധാനമായിട്ടും ഹോൾഡിംഗ് ഉള്ളത് ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലാണ് നമുക്ക് കാണുന്നത്. ഇവരുടെ ഏറ്റവും പോപ്പുലറായ ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് എടുത്താൽ പോലും അതിൽ ടോപ്പ് 3 ഹോൾഡിങ്ങിൽ റിലയൻസ്, HDFC ബാങ്ക്, ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്നുള്ള കമ്പനികളാണ് കാണാൻ കഴിയുക. അപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ടായിട്ടും അതിൽ 25%-ഓളം ഈ രീതിയിലുള്ള ലാർജ് ക്യാപ് ഫണ്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. കൂടാതെ ഇവരുടെ ക്യാഷ് ഹോൾഡിങ് നല്ല 1% മുകളിലുണ്ട്. കൂടാതെ ട്രഷറി ബിൽസിലും ഗവൺമെൻറ് സെക്യൂരിറ്റീസിലും ഗോൾഡിലും സിൽവറിലും ഒക്കെ ഇവർ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് ഇവരുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സമയവും ഒരു പിൻവലിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സേഫ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ്സുകളിലാണ് ഇവർ കുറേ അധികം റിസർവ് ആയിട്ടുള്ള ഫണ്ട് അലോക്കേഷൻ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ലിക്വിഡിറ്റി പ്രോബ്ലം ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇല്ല, അങ്ങനെ ഒരു പ്രോബ്ലം മ്യൂച്വൽ ഫണ്ട് ഫേസ് ചെയ്യുന്നില്ല എന്നും വളരെ ക്ലിയർ ആയിട്ട് ഈ കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊക്കെ മൊത്തത്തിൽ ഈ
ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ ഒരു വിശ്വാസ്യത ചോരാതെ നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ ക്വാണ്ടിൻ്റെ വിവിധ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും അവരുടെ റിട്ടേണും നമ്മൾ ഇപ്പോൾ പരിശോധിച്ചാൽ പോലും അത് അവരുടെ കാറ്റഗറിയിലെല്ലാം വിന്നേഴ്സാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി ഫണ്ട് എടുത്താലും, അതിപ്പോൾ ക്വാണ്ട് ലാർജ് ക്യാപ് ഫണ്ട് ആവട്ടെ, ക്വാണ്ട് ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് ആവട്ടെ, അതുപോലെ ക്വാണ്ട് ഫ്ലക്സി ക്യാപ് ഫണ്ട് ആവട്ടെ, ക്വാണ്ട് ആക്റ്റീവ് ഫണ്ട് ആവട്ടെ, അതുപോലെ ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് ആവട്ടെ, വാല്യൂ ഫണ്ട് ആവട്ടെ, അല്ലെങ്കിൽ ELSS ഫണ്ട് ആവട്ടെ, ഫോക്കസ്ഡ് ഫണ്ട് ആവട്ടെ, ഏത് അവരുടെ ഫണ്ട് സ്കീമുകൾ എടുത്താലും അതിൻ്റെ 1 ഇയർ അല്ലെങ്കിൽ 3 ഇയർ അല്ലെങ്കിൽ 5 ഇയർ 10 ഇയർ ഏത് ടൈം ഫ്രെയിം എടുത്താലും അതിലൊക്കെ അവർ അവരുടെ ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്തേ കാണും. ഉദാഹരണത്തിന് ലാർജ് ക്യാപ് ഫണ്ട് ആണെങ്കിൽ അത് നിഫ്റ്റി 50യെ ബീറ്റ് ചെയ്തിട്ടുണ്ടാവും, സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ നിഫ്റ്റി 250 ഇൻഡെക്സിന് ബീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇത് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയൊരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇത് നടത്താനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവരുടെ അസറ്റ് മാനേജ്മെൻറ്റ് സ്റ്റൈലാണ്. മറ്റ് മ്യൂച്വൽ ഫണ്ട് ഹൗസുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ മൊമെൻറ്റം സ്റ്റോക്കുകളെ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മൊമെൻറ്റം തുടങ്ങുന്ന സമയത്ത് ടൈമിംഗ് ചെയ്യാൻ ഇവർക്ക് അസാധ്യമായ ഒരു ടൈമിംഗ് സ്ട്രാറ്റജി ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. കൂടാതെ ആ മൊമെൻറ്റം അവസാനിക്കുമ്പോൾ ആ ഫണ്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയും ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആ ഒരു പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ വളരെ ഹൈ ആണ്. പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുമ്പോൾ സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി അത് വളരെ കൂടുതലാണ് ഈ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൽ. വേറെ ഒരു ഫണ്ടിൽ അങ്ങനെ കാണാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ ക്വാണ്ട് ലാർജ് ക്യാപ് ഫണ്ടിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വന്ന ഒരു ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് 557%. അതുപോലെ ക്വാണ്ട് ഫോക്കസ് ഫണ്ടിൻ്റെയും ക്വാണ്ട് ലാർജ് മിഡ് ക്യാപ് ഫണ്ടിൻ്റെയും ടേൺ ഓവർ റേഷ്യോ ഏകദേശം 456%, അതുപോലെ 405%. മറ്റ് 4 സ്കീമുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്വാണ്ട് ഫ്ലക്സി ക്യാപ് ഫണ്ടായാലും, ക്വാണ്ട് മിഡ് ക്യാപ് ഫണ്ടായാലും, ക്വാണ്ട് വാല്യൂ ഫണ്ടായാലും, ക്വാണ്ട് ആക്റ്റീവ് ഫണ്ടായാലും അതിലൊക്കെ യഥാക്രമം 392%, അതുപോലെ 365%, 335%, 285% തുടങ്ങിയ രീതിയിൽ നമുക്ക് വമ്പിച്ച ഒരു ടേൺ ഓവർ റേഷ്യോ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പോർട്ട്ഫോളിയോയിൽ ഇവർ കാണുന്ന സ്റ്റോക്കുകൾ ചിലപ്പോൾ ആ വർഷം തന്നെ 2-3 പ്രാവശ്യമൊക്കെ അത് സെല്ല് ചെയ്തതായിട്ടും വീണ്ടും ബൈ ചെയ്തതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവരുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ചേഞ്ചസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജൂൺ ക്വാർട്ടറിലുള്ള ഡാറ്റ വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും മെയ്യിലുള്ള ഒരു ഡാറ്റ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും. എക്കണോമിക് ടൈംസിൻ്റെ ഒരു ഡാറ്റ റിപ്പോർട്ട് നമ്മൾ വെച്ച് നോക്കാം. ടോപ്പ് 5 മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ ഈ HDFC ബാങ്കിൻ്റെയും അതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെയും സ്റ്റേക്ക് വൻതോതിൽ വർദ്ധിച്ചതായിട്ട് കാണാം. കൂടാതെ മൊത്തത്തിൽ 38ഓളം സ്റ്റോക്കുകൾ ഇവർ അവരുടെ ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാക്സോ സ്മിത്ത് ഫാർമസ്യൂട്ടിക്കൽസ്, അതുപോലെ ജൂപ്പിറ്റർ ഹോട്ടൽസ്, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, IRCTC, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, കോൾ ഇന്ത്യ, LIC, ഹഡ്കോ, അതുപോലെ സെയിൽ, HUL, അദാനി പവർ, സൺ TV, റിലയൻസ് ഇങ്ങനെയുള്ള പല സ്റ്റോക്കുകളിലും ഇവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചതായിട്ട് കാണാം. അതുപോലെ ഏകദേശം 21ഓളം സ്റ്റോക്കുകൾ ഇവരുടെ ഹോൾഡിംഗ് ഇവർ കുറച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒന്ന് ഇൻഡാൽകോ ഇൻഡസ്ട്രീസ് ആണ്, മറ്റൊന്ന് ബെൽ, അതുപോലെ ടാറ്റ കെമിക്കൽസ്, NMDC, NTPC, അദാനി ഗ്രീൻ എനർജി, അതുപോലെ DLF, വോഡഫോൺ ഐഡിയ, TV18 ഫോർകാസ്റ്റ്, നാഷണൽ അലുമിനിയം കമ്പനി, ജിൻഡാൽ സ്റ്റീൽ, MMTC, ജന സ്മോൾ ബാഗ് ഇതിലൊക്കെ ഇവരുടെ സ്റ്റേക്ക് ഇവർ കുറച്ചിട്ടുമുണ്ട്. അതുകൂടാതെ ഇവരുടെ ഒരു പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 27ഓളം പുതിയ സ്റ്റോക്കുകൾ ഇവർ ആഡ് ചെയ്തായിട്ട് കാണാം. അതിലൊന്ന് സൈഡസ് വെൽനസ് ആണ്, മറ്റൊന്ന് ടാറ്റ സ്റ്റീൽ, അതുപോലെ ഓഫീസ് സ്പേസ് സൊല്യൂഷൻ, ഇൻഫോസിസ്, HCL ടെക്നോളജി, IRFC, HDFC ബാങ്ക്, HUL, ഏഷ്യൻ പെയിൻറ്റ്സ്, ആദിത്യ ബിർള ഫാഷൻസ്, അതുപോലെ PNB ഹൗസിംഗ് ഫൈനാൻസ്, NHPC ഈ സ്റ്റോക്കുകളൊക്കെ പുതുതായിട്ട് ആഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഏകദേശം 26ഓളം സ്റ്റോക്കുകളിൽ നിന്ന് ഇവർ പൂർണ്ണമായിട്ട് എക്സിറ്റ് ആയതായിട്ടും കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു ഡാറ്റ നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടാറ്റ കൺസ്യൂമർ, അതുപോലെ ഭാരത് ഇലക്ട്രോണിക്സ്, GMR എയർപോർട്ട് ഇൻഫ്ര, പഞ്ചാബ് നാഷണൽ ബാങ്ക്, UPL, ഡാൽമിയ ഭാരത്, ഹിന്ദുസ്ഥാൻ കോപ്പർ, CDSL ഈ സ്റ്റോക്കിൽ നിന്നൊക്കെ ഇവർ പിൻവലിഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഈ രീതിയിലുള്ള ഈ പോർട്ട്ഫോളിയോ ചേണിങ് അല്ലെ പോർട്ട്ഫോളിയോ ടേൺ ഓവർ ഇത് ഈ സ്റ്റോക്കിൻ്റെ റിട്ടേൺ വർദ്ധിപ്പിക്കുന്നതിൽ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു ബുൾ മാർക്കറ്റിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള റിട്ടേൺ നൽകാൻ കഴിയുള്ളൂ. ഒരു ബെയർ മാർക്കറ്റിൽ ആ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താൻ ചിലപ്പോൾ ഈ ഫണ്ട് ഹൗസ് പാടുപെടേണ്ടി വരും. അപ്പോൾ മറ്റൊരു ക്വാണ്ട് ഫണ്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ ഫണ്ട് മാനേജേഴ്സ് അതിൽ നമുക്ക് സന്ദീപ് ടണ്ടൻ പ്രധാനമായിട്ട് കാണാം. അദ്ദേഹമാണ് ഇതിൻ്റെ ഫൗണ്ടറും ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസറും. അദ്ദേഹത്തെ ഇതിൽ കാണുക. അത് കൂടാതെ അങ്കിത് പാണ്ഡെ, അതുപോലെ സഞ്ജീവ് ശർമ്മ, അതുപോലെ വാസവ് സൈഗൾ എന്ന് പറയുന്നത് ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ഫണ്ട് മാനേജേഴ്സാണ് മൊത്തത്തിലുള്ള ഇവരുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ സ്കീമിലും ഒരേ രീതിയിലുള്ള വളർച്ച നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഇവരുടെ എല്ലാ സ്കീമിലും ഒരേപോലെ കുറേ സ്റ്റോക്കുകൾ കാണാൻ കഴിയും.
അപ്പോൾ ധാരാളമായിട്ട് ഓവർലാപ്പിംഗ് കാണാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ലാർജ് ക്യാപ് ഫണ്ട് എടുത്താലും ഫ്ലെക്സി ക്യാപ് ഫണ്ട് എടുത്താലും മൾട്ടി ക്യാപ് എടുത്താലും അതിലൊക്കെ ഒരേപോലെയുള്ള സ്റ്റോക്കുകളാണ് കാണുക. അപ്പോൾ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ ക്വാണ്ട് ഫണ്ടിന് മൊത്തം ഇൻവെസ്റ്റ് ചെയ്തത് മാതിരിയുള്ള ഒരു എഫക്റ്റാണ് ഉണ്ടാവുക. ഈവൻ ഇവരുടെ ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് പോലും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ടിൽ പോലും ലാർജ് ക്യാപ് ആയിട്ടുള്ള കുറേ കോമൺ സ്റ്റോക്കുകൾ ഇവരുടെ എല്ലാ സ്കീമിലും കാണുന്നത് പോലെ അതിലും കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും ഈ ക്വാണ്ട് ഫണ്ട് അവരുടെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് എന്നാണ് അതിൻ്റെ ഒടുവിലത്തെ AUM സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഒരിക്കലും ഇതിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അവർ കൂടുതലായിട്ട് ഇതിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വിഷയവുമായിട്ട് നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.